എന്താ ഒരു സമരമൊക്കെ? വൈശാലി ഒരു ബംഗാളിയാണെന്ന് എന്തിനാ മേഡനോട് നുണ പറഞ്ഞത്? അത് കാരണം ഞാൻ എത്രമാത്രം വിഷമിച്ചെന്നറിയോ? നീ എന്തിനാ അതിന് വിഷമിക്കുന്നത്? അവള് ബംഗാളിയാണെന്ന് അറിഞ്ഞപ്പോ എവിടെയോ കണക്ഷൻ കട്ടായി പോയി, തൊണ്ട വീക്കായി പോയി. എന്റെ നെഞ്ചിലുള്ള ഫീലിംഗ്സ് തുറന്നു പറയാൻ പറ്റാതെ ഞാൻ എത്രമാത്രം പാടുപെട്ട് നിങ്ങൾക്കറിയോ? ആദ്യമേ ഇവളൊരു മലയാളിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ മനസ്സ് തുറന്നു കാണിച്ച് മായം ചെയ്തോ മന്ത്രം ചെയ്തോ എപ്പോഴേ ഞാൻ ഇവളെ പാട്ടിലാക്കി എടുത്തേനെ. അതറിയാവുന്നത് കൊണ്ടാ അങ്ങനെ. മാതാജി, അധികം വളച്ചുകെട്ടൊന്നുമില്ലാതെ എന്റെ മനസ്സിലുള്ള തുറന്നു പറയാം. എനിക്ക് ഈ പെണ്ണിനെ വലിയ ഇഷ്ടം, എന്റെ ജീവനേക്കാളും ഇഷ്ടം. നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇവളെ എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ സന്തോഷത്തോടെ കൊണ്ടുപോയി കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കും. എന്റെ കൂടെ ഒന്ന് വന്നേ. എന്താ സമ്മതമാണോ? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലേ? നിങ്ങൾക്കെന്നെ അത്രയ്ക്കിഷ്ടം? അതിനേക്കാൾ ഏറെ ഇഷ്ടമാ. നിങ്ങൾ എന്റെ മനസ്സിനെയാണോ സ്നേഹിക്കുന്നത്? ഈ ശരീരത്തെയാണോ സ്നേഹിക്കുന്നത്? ശരീരത്തെ എന്താണെന്ന് വെച്ചാൽ നിന്റെ മനസ്സെന്താണെന്ന് എനിക്ക് പറയില്ലല്ലോ. ദേവണ്ണെ, നീ ഒരു ഭയങ്കര ബ്യൂട്ടിയാ. ബെസ്റ്റ് സ്മൈൽ, സ്കിൻ ടോൺ ഫാന്റാസ്റ്റിക്. എനിക്ക് ഇത്രയൊക്കെ മതി. ഈ മിഥ്യയായ ശരീരത്തോട് നിങ്ങൾ എന്തിനാ ഇത്ര മമത കാട്ടുന്നെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇതെല്ലാം മണ്ണല്ലേ, വെറും മണ്ണ്. നമ്മൾ മരിച്ചു പോയ ഈ ഫ്ലഷ് അത് മണ്ണിൽ അലിഞ്ഞു ചേരേണ്ടതാ. നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ്, യൂറിൻ എല്ലാം വെള്ളത്തിൽ അലിഞ്ഞു പോവില്ലേ? ഈ ശ്വാസമാണെങ്കിൽ കാറ്റിലും ലയിക്കില്ലേ? ഓഹോ, ഇത് ഇത് മണ്ണാണല്ലേ? നല്ല നല്ല സോഫ്റ്റ് മണ്ണാ. ഇതിനോട് എനിക്ക് യാതൊരു മമതയില്ലോ അല്ലേ? അതറിഞ്ഞാ മതി. എന്നാ എനിക്കൊരു ചെറിയ ഉപകാരം ചെയ്തു തരൂ? സ്മോൾ ഫേവർ. എന്താ? ഇന്ന് രാത്രി താൻ എന്റെ കൂടെ കിടക്കൂ. എന്താ മിണ്ടാത്തെ? എന്താ മണ്ണല്ലേ? മണ്ണി കിടന്ന വല്ല കുഴപ്പമുണ്ടാവോ? ഫിലോസഫി പറഞ്ഞാൽ മാത്രം പോരാ, മണ്ണാണത്രേ മണ്ണ്. വെറും മണ്ണാണെങ്കിൽ പിന്നെ ഇന്ന് രാവിലെ എന്നിട്ട് വെറുതെ കുളിക്കുന്നതിനാ? അതിന്റെ വഴിക്ക് അങ്ങ് വിട്ടാ പോരെ. പോരാത്തതിന് ശുശ്രൂഷിക്കുന്നു, യോഗ ചെയ്യുന്നു, മെഡിറ്റേഷൻ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് വേറെയും എന്നിട്ട് ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. നമസ്തേ മാതാജി. നമസ്തേ ശിവാനി മാഡം. നമസ്തേ. വൈശാലി എവിടെ? ഭാരതത്തിലെ സന്യാസിമാരെ കുറിച്ചും ആധ്യാത്മികതയെ കുറിച്ചും ഒക്കെ ഒരു പ്രോഗ്രാം ചെയ്യണമെന്നുണ്ട്. നല്ല കാര്യമാ. വളരെ നല്ല കാര്യമാ. നമ്മുടെ മാതാജി വെച്ച് നല്ലൊരു പ്രോഗ്രാം ചെയ്യണം. ഇന്റർവ്യൂ ചെയ്യും. മണാലിയിലെ മാതാജി, അതാണ് പ്രോഗ്രാം. അയ്യോ, ധ്യാനത്തിന് സമയം. മാതാജി പറഞ്ഞാലും ആത്മാവും പരമാത്മാവും തമ്മിൽ എന്താ ബന്ധം? ഇപ്പൊ ആ ടോപ്പിക് എന്തിനാ കുട്ടി? എന്റെ എക്സ്പെക്ടേഷൻ കറക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ ബാലഗോപാൽ ടെന്റിന്റെ പിന്നിൽ കൂടി ഗുഹയിലേക്ക് ഓടുകയാവും. എത്രയോ ദൂരം സഞ്ചരിച്ചിട്ടാ ഞാൻ ഇവിടെ വരെ എത്തിയത്. കാമാതുരാനാം ന ഭയം ന ലജ്ജ. കാമത്തെക്കുറിച്ചാ പറയുന്നത്. കാമം കൊണ്ട് കണ്ണടഞ്ഞു പോയ ഒരു വ്യക്തിക്ക് ഭയം, ലജ്ജ, ദയ, ഭക്തി ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ പറയല്ലേ? പ്രേമാതുരാനം എന്ന് പറ. അവൻ പ്രേമത്തിൽപ്പെട്ടിരിക്കുക. പ്രേമത്തിൽ പെടുത്താൻ അവൾ കോളേജ് സ്റ്റുഡന്റ് അല്ല, സന്യാസിനിയാ. നിങ്ങളുടെ കൂട്ടുകാരൻ ആളെങ്ങനെയാ? അവളെ ഉപദ്രവിക്കാൻ മറ്റു ചെയ്യോ? അവനൊരു പ്രേമത്തിൽ ആദ്യമായി വീണുപോയെന്ന് ഉള്ളൂന്നേ. എന്താ എഴുന്നേറ്റത്? നിക്ക്. കണ്ടില്ലേ, ഞാൻ അടുത്ത് വന്നപ്പോ എന്തോ ഒരു കെമിസ്ട്രി ഉണ്ടായത്. തന്റെ ദേഹമാകെ വേർത്തില്ലേ? താൻ മാത്രമല്ല, ഞാനും ആകെ വേർത്തു. കണ്ടോ, ഇപ്പൊ മനസ്സിലായില്ലേ തന്റെ അറിവൊന്നും കറക്റ്റ് അല്ലാന്ന്?
വെറും മണ്ണാണ് താനെങ്കിൽ ഇങ്ങനെ പേടിക്കേണ്ട കാര്യം എന്താ? എനിക്കൊരു സംസാരിക്കാനുണ്ട്. അങ്ങോട്ട് മാറിയിരുന്നല്ലോ. ഇരിക്കെ. നോക്ക്, നീ എന്തൊരു സുന്ദരിയാ, ഒരു ദേവതയെ പോലെയുണ്ട്. നീ എന്തിനാ ഈ ജീവിതം പാഴാക്കുന്നത്? അതൊരു സന്യാസിനിയായിട്ട്. എന്താ ദേഷ്യം വരുന്നുണ്ട്? വന്നാലും എനിക്കൊന്നുമില്ല. കാരണം ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. നിന്നെ കല്യാണം കഴിക്കണമെന്ന് എന്റെ ആഗ്രഹം. ഞാൻ തന്നെ സംരക്ഷിക്കുന്നുള്ള കാര്യത്തിൽ ഡൗട്ടേ വേണ്ട. ഞാനേ മാ ടിവിയിൽ പ്രോഗ്രാം ഡയറക്ടറാണ്. മാസം 24,000 രൂപ ശമ്പളം. എന്റെ അച്ഛൻ ചന്ദ്രമോഹനും അവിടെ തന്നെയാണ്. പുള്ളിയോടെ വലിയൊരു പോസ്റ്റില്ല. ഞാൻ എന്റെ ശമ്പളം മുഴുവൻ അടിച്ചു പൊളിച്ചാലും അച്ഛന്റെ ശമ്പളം മുഴുവൻ നിനക്കാം. ഓക്കെ? പിന്നെ മനോഹരമായൊരു സ്വന്തം വീടുണ്ട്, 2 വണ്ടിയുണ്ട്, ഓൾമോസ്റ്റ് റോയൽ ഫാമിലി. ഒരു കഷ്ടപ്പാടുമില്ല. കുട്ടി, ഇത്രയൊക്കെയുള്ള വേറെ ആരെങ്കിലും തനിക്ക് കിട്ടുമോ? ഒരിക്കലും ഉണ്ടാവില്ല. അറിയാലോ, ഇതെന്റെ വിസിറ്റിംഗ് കാർഡാ. താൻ എപ്പോ ടെംപ്റ്റ് ആവുന്നോ അപ്പനെ വിളി, എത്തിന്ന് വിചാരിച്ചാൽ മതി. തൽക്കാലം ആരും അറിയണ്ട. വരട്ടെ, നല്ലോണം ആലോചിക്കും. എന്നെ പോലൊരു തെമ്മാടിക്ക് നിന്നെ പോലൊരു സുന്ദരി പെണ്ണ് എങ്ങനെ കിട്ടിയെന്ന് ആലോചിച്ച് എല്ലാവന്മാരും വട്ടടിക്കണം. അതാണ് നമ്മുടെ ടാർഗറ്റ്. അതും കൂടി മനസ്സിൽ വെച്ച് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. ബൈ. ഈ രാത്രിയിൽ ഇത് എങ്ങോട്ടടാ? പ്രേമാതുരാനാം ന രാത്രി ന പകൽ എന്ന് വെച്ചാ പ്രേമത്തിന് രാത്രിയും പകലും ഒന്നും ഇല്ലെന്ന്. ഓ, ഇവന്റെ കാര്യം പോക്കാം. നമുക്ക് കിടക്കാം. എടോ, താൻ ആർക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തോ പട്ടുസാരി? തന്റെ അനിയത്തിക്ക് വാങ്ങിച്ചു കൊടുത്തില്ലേ? തന്റെ ചേട്ടത്തിക്ക് വാങ്ങിച്ചു കൊടുത്തില്ലേ? കുഴിയിലേക്ക് കാല് നീട്ടി തന്റെ തള്ളയ്ക്ക് പോലും വാങ്ങിച്ചു കൊടുത്തില്ലേ? ഞാൻ തനിക്ക് അന്യായി പോയോ? ഞാൻ ഇനി എന്തൊരു കുതത്തിന് തന്നോട് ജീവിക്കുന്നേ? എന്തിനാ ഈ ആ സമയത്ത് ഇവിടെ വന്നത്? മാതാജി, തുറന്നു പറയാലോ, ഉറക്കത്തില് വൈശാലി ഞാൻ സ്വപ്നം കണ്ടു. പിന്നെ കിടന്നിട്ട് ഉറക്കം വന്നില്ല. ഒരുപക്ഷെ അവളും എന്നെ പോലെ ഉറക്കം വരാതെ കിടക്കാണെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ വന്നത്. എന്നാൽ ആശ്രമം അർദ്ധരാത്രി ഉറക്കത്തിൽ ചിലർ പേഴ്സണൽ കാര്യങ്ങളും പറയുന്നു. ഞാൻ ചെയ്തത് ശരിയല്ലോ എന്നോർത്ത് ഞാൻ തിരിച്ചു പോവാ. നിന്നെ കാണുമ്പോ എന്റെ മകനെ ഓർമ്മ വരിക. ഈ പ്രായത്തിൽ എല്ലാവരും എങ്ങനെയാ. ഇവിടുന്ന് തിരിച്ചു പോയാൽ നീ അവളെ മറന്നുകൊള്ളും. ആ സമയത്ത് ഇങ്ങനെ ചുറ്റിത്തിരിയാതെ പോയി കിടന്നുറങ്ങ്. ഗുഡ് നൈറ്റ്. കള്ളത്തെമ്മാടി, പറഞ്ഞതുപോലെ തന്നെ ആയല്ലോ. എത്ര സുന്ദരിയാ നീ. ചെറിയ കണ്ണുകള്, ഓറഞ്ച് പോലത്തെ ചുണ്ടുകള്. വൈശാലി, ഒറ്റത്തവണ കണ്ണാടിയിൽ മുഖം നോക്കാൻ തോന്നിയാൽ ചുണ്ടുകൾക്ക് ചുവപ്പ് പോരാന്ന് തോന്നും, കണ്ണുകളിൽ മഷി എഴുതണമെന്ന് തോന്നും, പൊട്ടുകുത്തണമെന്ന് തോന്നും. അതൊടുവിൽ എല്ലാ അനർത്ഥങ്ങൾക്കും കാരണമാകും. അതുകൊണ്ടാണ് ആശ്രമത്തിൽ കണ്ണാടി വയ്ക്കാത്തത്. ജൽദി ലോട്ട് കരോ, ജൽദി. എവിടെ നോക്കിയാൽ ആപ്പിളാണ്. पैसा पैसा पूछते हैं. काम करो. ആപ്പിളിന്റെ ബിസിനസ്സാ? ഏക് ആപ്പിൾ ബോക്സ് കിतना? हेलो, आपका कितना? कितना ലോറി वाला माल? ആണല്ലേ. तीन. ഞാൻ ചോദിച്ചത് നിങ്ങളോടാ. ഹലോ, हाँ, നീ എവിടുത്തുകാരനടാ? ആ ലെവലാതി വലിയൊരു മുതലാളി വന്നിരിക്കുന്നു. हाँ, रेट कम नहीं आता. ആപ്പിള് കണ്ടുപിടിച്ച് ഇവനാന്നാ വിചാരം. वही रेट. ഇവൻ ആരടാ? ആദാമിന്റെ അളിയന്. പോയി തൊലയടാ. നിങ്ങൾ എന്തിനാ ഇത്ര ഹേർട്ടിങ് സംസാരിക്കുന്നത്? നിങ്ങൾ പറയുന്നതൊക്കെ വെറും നോൺസെൻസ് ആണല്ലോ. ടു മച്ച് നോൺസെൻസ്. ഒരു ദിവസമെങ്കിലും ആരോട് സംസാരിക്കാതിരിക്കും. ജസ്റ്റ് വൺ കൈൻഡ് ഓഫ് ആൻ ഉപാസന. നോൺസെൻസ് ഒക്കെ താനേ കുറയും. എന്താ അനിയ, ഞാൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ നീ എന്തോ ചോദിച്ചായിരുന്നല്ലോ. അഫ്കോഴ്സ് നീ എന്നെ ചീത്ത പറഞ്ഞു. ഒരു മലയാളി പയ്യനാണെന്ന് അറിഞ്ഞതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. എന്തേ, വീട്ടിൽ നിന്ന് ഒളിച്ചോടി വന്നതാ? തിരിച്ചു പോകാൻ കാശില്ലെങ്കിൽ പറ, നമ്മുടെ ലോഡ് 3 പോകുന്നുണ്ട്, കേട്ടി വിടാന്നേ. പിന്നെ എന്ത് വേണമെന്ന് പറ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഫോണിൽ സംസാരിച്ചപ്പോ ചോദിച്ചത് എന്താ പറയുന്നേ? നിക്കടാ, നീ എന്താ എഴുന്നേറ്റ് പൊക്കളയുന്നത്? എനിക്കറിയാം, നീ ആ ബാലഗോപാലിനെ സ്നേഹിക്കുന്നുണ്ട്. ഇല്ല മാതാജി. അല്ല, നിന്റെ കണ്ണുകളിൽ അത് കാണുന്നുണ്ട്. നിന്റെ ഉള്ളിലെ വേദന ഞാൻ അറിയുന്നുമുണ്ട്. എനിക്ക് അങ്ങനെയുള്ള വേദനയൊന്നുമില്ല. അടക്കി നിർത്തുകയാണ് നീ കണ്ണുനീര്.
കരയാൻ തോന്നുന്നുണ്ടെങ്കിൽ നീ കരയേ. ഞാൻ കരയൊന്നുമല്ല. നിന്റെ ഉള്ളിലെ മോഹങ്ങൾ അടിച്ചമർത്തി ഒരു സന്യാസിനിയായി ജീവിക്കുന്നതിൽ അർത്ഥമില്ല. നീ ചെറുപ്പമാണ്, ആസ്വദിക്ക്, ജീവിക്ക്. അവനെ തന്നെ വിവാഹവും കഴിക്ക്, കുടുംബിനിയാക്, അമ്മയാക്. അവനൊരു കൊള്ളരുതാത്തവനാണെന്ന് തോന്നിയാൽ ഇവിടേക്ക് തന്നെ തിരികെ പോരും. ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. അയാൾ അങ്ങനെയുള്ളവനൊന്നും അല്ല. പിന്നെ എങ്ങനെയുള്ളവനാ? നല്ല മനുഷ്യന് മഹാരാജി. എങ്ങനെ വിശ്വസിക്കും? എനിക്കത് ഉറപ്പുണ്ട്. അവൻ സ്ഥലത്തുണ്ടോ, തിരിച്ചു പോയോ? എനിക്കതറിയില്ല. ഇപ്പൊ ഇവിടുന്ന് തിരിച്ചു പോയിട്ടുണ്ടാവും. ഫോൺ നമ്പർ ഉണ്ടോ? ഞാൻ സംസാരിക്കാം. ഇതാ വിസിറ്റിംഗ് കാർഡ്. നീ എപ്പോ ടെംപ്റ്റ് ആവുന്നോ അപ്പനും. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. വൈശാലി, നീ അന്വേഷിക്കുന്ന വിസിറ്റിംഗ് കാർഡ് ഇവന്റെ അല്ലേ? വൈശാലിയെ, യവൻ തിരിച്ചു പോയിട്ടൊന്നുമില്ലായിരുന്നു. 2 ദിവസമായിട്ട് യവൻ ഈ ആശ്രമത്തെ ചുറ്റിപ്പറ്റി തന്നെ നടക്കുമായിരുന്നു. അല്ല പിള്ള, ഈ ചെല്ലക്കിളിയെ നിനക്ക് തന്നാ നീ എന്തെയും? ആ എന്റെ അപ്പച്ചോ, നീ അവളെ കൊണ്ടുപോയി വിറ്റ് കളയുന്നു. എന്തെങ്കിലും കൊണ്ടുപോയി തൂക്കിക്കൊല്ലുന്ന? അയ്യോടാ, കല്യാണം കഴിക്കുമെന്നാ എന്റെ പൊന്ന്. മാമനവ്രത നിനക്ക് വേണ്ടിയാ. നോക്കു കുട്ടി, വൈശാലി നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇനി മുതൽ അവളൊരു സന്യാസിനിയല്ല. നാളെ രാവിലെ ആശ്രമത്തിലേക്ക് വന്നാൽ ഞാൻ അവളെ നിന്നെ ഏൽപ്പിക്കാം.